ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കേ ഇന്നൊരു നാട്ടുമ്പുറം ബിരിയാണി ഉണ്ടാക്കിയല്ലോ. ഈ പേരിട്ട് വേറൊന്നുമില്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിലെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം. നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയാലോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് തീരെ കുറവാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്തേക്ക്. ഓക്കെ, നമുക്കിത് ബിരിയാണിയിലേക്ക് പോകാം. അപ്പോഴേ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ ഈ സമയത്ത് ഇപ്പുറത്ത് ചോറ് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിൻ്റെ അകത്തും ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇപ്പുറത്തും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാവേ. നമുക്കൊരു 2 സവോള ചെറുത് അരിഞ്ഞിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി അതൊന്ന് ഇറക്കി കൊടുക്കാം. തീ കൂട്ടി വെക്കാവേ. നമ്മൾ ഈ ബിരിയാണിക്കകത്ത് മല്ലിയില ചേർക്കുന്നില്ല കേട്ടോ. അതാണ് പ്രത്യേകത. നമ്മൾ ബിരിയാണി നാട്ടുമ്പുറം ബിരിയാണി എന്ന് പറയും. നമ്മളായിട്ട് റെഡിയാക്കിയതാണ്. മല്ലിയില ചേർക്കാതെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ സ്ഥലങ്ങളിലും മല്ലിയിലയും പുതിനയിലയും ചേർത്തല്ലേ ഉണ്ടാക്കുന്നത്. ഹോട്ടലിലാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഏതൊരു പ്രോഗ്രാമിനും മല്ലിയില ചേർക്കാം. നമ്മൾ ഇതിനകത്ത് മല്ലിയില ചേർക്കുന്നില്ല. ഓക്കെ, നാടൻ കരിവേപ്പില നമുക്കത് തുറന്ന് നോക്കാവേ. ഒന്ന് ഇറക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണേ. ചതച്ചിട്ടാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. നല്ലതായിട്ട് നിളക്കാം. നമുക്ക് നടച്ചു വെക്കാവേ. നമുക്ക് തുറന്ന് നോക്കാവേ. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വാടട്ടെ. വെള്ളം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ആക്കി കൊടുക്കാവേ. നമുക്കിനി പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂണേ. ഈ സ്പൂണായിട്ടാണ് ഞാൻ 2 സ്പൂൺ കണക്ക് കൂട്ടിയേക്കുന്നത്. ഇതിന് 3 എണ്ണം ഉണ്ട്. സ്പൂണിനാണ് 2 സ്പൂൺ. ചിക്കൻ മസാല ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവേ, പുളിക്ക് വേണ്ടി. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മുളക് പൊടിയൊക്കെ ഇതിന് മാത്രം എന്തിനാണ് ചേർത്തത്? നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് എരിവൊക്കെ വേണം. ബിരിയാണി ആണെങ്കിലും എന്നതാണെങ്കിലും എരിവ് വേണം. കോട്ടയംകാർക്ക്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. നമുക്കൊന്ന് കറിയും തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴേ അറിയാം. ഇത് കണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. ഇച്ചിരി ചാറ് കിടന്നുള്ളൂ. എന്നാ പറയുക, നമുക്ക് അരി ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ദമ്മിട്ടാലോ. ദമ്മിടെന്ന് പറഞ്ഞാലേ നോർമൽ ദമ്മാണേ. മുകളിലെ ചോറ് നമുക്ക് ഇങ്ങോട്ട് ഇടാവേ. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന റോസ് വൈറ്റ് തന്നെയാണ് ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത്. പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്തു. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കറിവേപ്പില. പിന്നെ ലാസ്റ്റ് നമ്മുടെ നെയ്യ് അടച്ചു വെക്കുവാണേ.
ഒരു വെയിറ്റും കൂടെ കയറ്റി വെക്കുവാണ്. പാത്രത്തിൽ വെള്ളം വെക്കുക. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്. നമുക്കേ തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വരാവേ കേട്ടോ. നമ്മളിങ്ങനെയാണ് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുമ്പുറം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാം. അപ്പോൾ നമുക്കെന്നാ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ മലയാളിയാണ് വിളമ്പി തരുന്നത്. കാണിച്ചത് നമ്മള് ചിക്കൻ എടുത്തിട്ടൊന്ന് വറുത്തായിരുന്നു. ഇച്ചിരി എടുത്തേ, പിള്ളേർക്ക് വേണ്ടി വറുത്താണ്. അപ്പൊ കൂടുതൽ നമുക്കൂടെ ആയിക്കോളൂല്ലോ. ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അധികം കൂടി ഇരിപ്പുണ്ട്, അധികം മാറിയിരിക്കുവാണേ. അധികം വന്നിട്ട് ബിരിയാണിയുടെ ആളാണ് അധിക. നമ്മുടെ നാട്ടിൻപുറം ബിരിയാണി. സ്വന്തമായിട്ട് കൂട്ടുവാണ് പറയുന്നത്. ഇന്നാളെ കമന്റ് കൊടുക്കുന്നത് അടിപൊളി, സൂപ്പർ സൂപ്പറാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലേലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, സന്തോഷത്തിന് വേണ്ടിയാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.